ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സീലിങ്ങിൻ്റെ വർക്കാണ് ജസ്റ്റ് കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാളിൻ്റെ ഏരിയകളിലാണ്. ഹാളിൻ്റെ ഏരിയകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഇത് വന്നിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഏരിയ, ഇതൊരു പെർഹോള സിസ്റ്റമാണ്. പെർഹോള സിസ്റ്റം ആയതുകൊണ്ട് നല്ല വെളിച്ചം വീടിൻ്റെ അകത്ത് കിട്ടുന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ അവിടെ സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഹുക്കിൻ്റെ അവിടെ നിന്ന് സീലിംഗ് ചെയ്യുന്നതിന് മുന്നേ താഴേക്ക് ഒരു ചങ്ങല തൂക്കി ആവശ്യത്തിനെടുക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് സീലിംഗ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചങ്ങലിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കുക, പോയിൻറ്റും അതുപോലെ തന്നെ ക്ലിയർ ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഏതാണോ ഹാങ്ങിങ് ലൈറ്റ് ഇടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ചങ്ങല കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആവശ്യ അനുസരണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിപ്സത്തിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കോർണറിൽ പോകുന്ന വാം വൈറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്യൂർ വൈറ്റും ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് 6 വാട്ടിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂട്ടൻ്റെ കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന വാം വൈറ്റ് ഡ്യൂട്ടൻ്റെ തന്നെ 3 വാട്ട്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സെൻറ്ററിൽ വരുന്ന ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 2 ഫാനുകളാണ് ഉള്ളത്. അതിൻ്റെ സൈഡിൽ വരുന്ന LED സ്ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2 സൈഡുകളിൽ LED സ്ട്രിപ്പ് കൂടി വരുന്നുണ്ട്. LED സ്ട്രിപ്പ് നിങ്ങൾക്ക് മൾട്ടി കളർ നമുക്ക് അവൈലബിൾ ആണ്. അത് റിമോട്ട് സിസ്റ്റം വരുന്നുണ്ട്, RGB വരാവുന്ന രീതിയിൽ, RGB വരുന്ന രീതിയിൽ, അതായത് ഏത് കളറും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഹാളിലൊരു AC വയ്ക്കുന്നുണ്ട്. ACക്ക് വേണ്ടി പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോപ്പറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതിന്, വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് ഹാളിൽ നമ്മൾ ACയുടെ ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡുകളിൽ അതിൻ്റെ റാഡ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ തൂക്കി ക്ലിയർ ചെയ്ത് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് അടുത്ത റൂമിൻ്റെ ഏരിയ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. റൂമിൻ്റെ ഏരിയയിൽ കോർണറിൽ വാം വൈറ്റ് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ സൈഡുകളിൽ 4 കോർണറിലും വാം വൈറ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം വൈറ്റ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും, അതായത് നമ്മുടെ റൂമുകളിൽ നമ്മൾ അത്യാവശ്യം വായനയും പഠിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്യൂർ വൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള ഏരിയകളിൽ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമുക്ക് വാം വൈറ്റ് കൊടുക്കുന്നതാണ് ബെറ്റർ. വാം വൈറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള വൈറ്റ്, ഒരു മഞ്ഞ കലർന്ന ചെറിയൊരു മഞ്ഞ കലർന്ന വെളിച്ചം വരുന്നതാണ് വാം വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ വൈറ്റും വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റുകളെല്ലാം വരുന്ന സ്ഥലത്ത് വൈറ്റ് കൊടുക്കുക. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഏരിയകളെല്ലാം തന്നെ വാം വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ വീട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.